ഹലോ ഗായ്സ്, ഇത് ഞാൻ ഈ പൗഡർ വെച്ചിട്ട് നമുക്ക് വൈറ്റ് ഷൂ ഒക്കെ ഉള്ളവരൊക്കെ എങ്ങനെ പോളിഷ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സ്പാർക്സിൻ്റെ വൈറ്റ് ഷൂസ് വാങ്ങിക്കും. അത് ഒരു 2 ആഴ്ച മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കൂടി വന്നാൽ പെട്ടെന്ന് അഴുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. എത്ര പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫെയർനെസ് പോകും. അപ്പോൾ ഞാനത് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ജസ്റ്റ് സ്റ്റിക്കറൊക്കെ എല്ലാം ബ്ലാക്ക്, അതിൻ്റെ ആ സ്പാർക്സിൻ്റെ ഷൂ നിങ്ങൾ കണ്ടറിയാമോ? ഞാൻ എൻ്റെ ലിങ്ക് താഴത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കയറി നോക്കുക. 600 ആ റേഞ്ചിലെന്തോ ആയിരുന്നു, 400 500 ആ റേഞ്ച് അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ബ്ലാക്ക് സൈഡിലൊക്കെ എല്ലാം സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി സ്പ്രേ പെയിൻറ്റ് അടിക്കും. സ്പ്രേ പെയിൻറ്റ് അടിച്ച് ഉണക്കാൻ വേണ്ടി 1 ആഴ്ച അടുത്തോളം വെച്ച്, പക്ഷേ അത് സ്റ്റിക്കിയാണ്, അത് ഉണങ്ങണില്ല. ലാസ്റ്റ് പിന്നീടാണ് ഈ ഒരു ഐഡിയ കിട്ടിയത്. ഈ പൗഡർ അല്ലെങ്കിൽ വൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പൗഡർ വെച്ചിട്ട് അത് അതിൻ്റെ മുകളിലിട്ടിട്ട് തുടച്ച് ശരിക്കും അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിക്കിനെസ് അത് പോയി കിട്ടും. പിന്നെ അത് പഴയതുപോലെ തന്നെ റീയൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളത് നോക്കുക, എത്രമാത്രം നിങ്ങൾ നീറ്റായിട്ട് ചെയ്യുന്ന അതനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. കാരണം സ്പ്രേ പെയിൻറ്റ് കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് അടിക്കണം. ഒരുപാട് ക്ലോസ് റേഞ്ച് അടിച്ചാൽ ചിലപ്പോൾ ഒഴുകി വന്ന പോലെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ ചെയ്യാതെ പക്ക നല്ല നീറ്റിൽ ഒട്ടിച്ചിട്ട് അതിൻ്റെ സൈഡിൽ മാത്രം നല്ല വൃത്തിക്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 മാസം കൂടി റീയൂസ് ചെയ്യാം. ഓക്കെ, ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക.
ഗൈസ് പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഷോ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും കാണുന്ന ഒരു സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റിക്കിനെസ് മാറ്റാൻ വേണ്ടി എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയയാണ് പൗഡർ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മേളിൽ റഫായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിക്കിനെസ് മാറിക്കിട്ടും. അപ്പോൾ മാക്സിമം ഞാനത് ട്രൈ ചെയ്യാൻ എത്രമാത്രം വർക്കൗട്ട് ആവുന്നില്ല. യൂട്യൂബിലൊന്നും ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു ഐഡിയ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിത് റബ്ബ് ചെയ്ത് നോക്കണേണ്. അപ്പോൾ ഫസ്റ്റ് ഒരു സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യുന്ന ഡിഫറൻസ് ഞാൻ കാണിക്കുന്നുണ്ട്. ആദ്യം പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അത് കൈ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ പൗഡർ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ സ്റ്റിക്കിനെസ് നല്ലപോലെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഗൈസ് അപ്പോൾ അതിൻ്റെ എത്രമാത്രം റിസൾട്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഏറ്റവും അവസാനം ഇതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരുന്നു. വീഡിയോയിൽ നിന്ന് ക്യാപ്ചർ ഫസ്റ്റ് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ വീഡിയോയുടെ ഫസ്റ്റത്തെ ആ ഒരു സീക്വൻസിൽ നിന്ന് മാത്രം ക്യാപ്ചർ ചെയ്തൊരു സ്ക്രീൻഷോട്ടും അത് ബിഫോർ എന്ന് കാണിച്ചിട്ട് ഏറ്റവും അവസാനം ഞാൻ ഇതെല്ലാം ഫിനിഷിംഗ് എല്ലാം കഴിഞ്ഞ് ഫിനിഷിംഗ് ടച്ച് എല്ലാം കഴിഞ്ഞ് നല്ല നീറ്റായിട്ട് ലേസൊക്കെ എല്ലാം കെട്ടി കഴിഞ്ഞിട്ട് ഞാനൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. വിത്തൗട്ട് എനി എഡിറ്റിംഗ് ആണ് ഗൈസ്. ബിലീവ് മീ ആ ഒരു ഡിഫറൻസ് ആ പിക്ചർ തമ്മിൽ ഞാൻ കമ്പയർ ചെയ്തപ്പോൾ ഞാൻ ശരിക്കും വണ്ടർ ആയിട്ടുണ്ട്. കാരണം എത്രമാത്രം ഡിഫറൻസ് ആണ് ആ ഈ ഫോട്ടോയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഫോട്ടോ ഏറ്റവും അവസാനം കാണാം. പിന്നെ ഇതുപോലത്തുള്ള വീഡിയോ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് യൂട്യൂബിൽ വന്നത്, എൻ്റെ യൂട്യൂബിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു, ഞാൻ ഇതിനു മുന്നേ എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് ഏർണിങ്സ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ഞാൻ എന്നെക്കുറിച്ച് തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഇൻട്രോ വീഡിയോ ആണ് അടുത്തത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ റിയൽമി എന്നൊരു ഫോണിലൂടെയാണ് ഞാൻ ഈ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യുന്നത്. ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാവും എനിക്കറിയാം. ഇനി വരുമ്പോൾ അതൊക്കെല്ലാം ഞാൻ ഡിഫറൻസൊക്കെ എല്ലാം നല്ലപോലെ വ്യത്യാസം ഉണ്ടാകും. ക്വാളിറ്റിയിലായാലും ഓഡിയോ ക്വാളിറ്റി ആയാലും ബോയുടെ ഒരു മൈക്ക് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ മാക്സിമം കുറച്ച് ഫണ്ടൊക്കെ ഇങ്ങോട്ട് എന്തെങ്കിലും ഒപ്പിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ല വിഷ്വൽ എഫക്ട്സ് കാണിക്കാൻ വേണ്ടി ഒരു എൻ്റർടൈനറായിട്ട് മാറാൻ വേണ്ടി മാക്സിമം എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഫോട്ടോ ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും. ഓഡിയോ വീഡിയോ എല്ലാം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഗുഡ് ബൈ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ഗുഡ് ബൈ, താങ്ക് യു ഗൈസ്. നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഒരു എഡിറ്റിങ് ചെയ്തിട്ടില്ല. കാരണം ഫസ്റ്റ് ഞാൻ ബിഫോർ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഞാൻ യൂസ് ചെയ്തിട്ട് അത് ആദ്യം ഈ വീഡിയോയുടെ തുടക്കം കാണുന്നത് എങ്ങനെയാണോ അതേപോലത്തെയാണ് പക്ക ഫോട്ടോ. ആ വീഡിയോയിൽ നിന്നാണ് ഞാൻ ആ ഫോട്ടോ ക്യാപ്ചർ ചെയ്തത്. അത് കഴിഞ്ഞ് രാവിലെ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എല്ലാം ക്ലിയർ ചെയ്ത് ഞാൻ എടുത്ത ഫോട്ടോ ആണ് ഈ സ്പാർക്സിൻ്റെ ഈ ഫോട്ടോ. അതിൻ്റെ വീട്ടിൽ ഉള്ളിൽ തന്നെ എടുത്തതാണ്. നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ ഗൈസ്. അടുത്ത വീഡിയോ ഞാൻ എങ്ങനെയാണ് യൂട്യൂബിൽ വന്നത് എൻ്റെ ഒരു ഇൻട്രോ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പ്ലീസ് സപ്പോർട്ട് ഗൈസ്. ഗുഡ് ബൈ. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. സ്റ്റിക്കിനെസ്സുമായി